തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പുറത്തു പറഞ്ഞപ്പോഴാണ് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതെന്ന് പ്രശസ്ത എഴുത്തുകാരിയും പ്രസാധകയുമായ എം.എ. ഷഹനാസ് പറയുന്നു. ഇത്തരം സംഭവങ്ങളിൽ പോലീസ് പോലും പലപ്പോഴും നിസ്സഹായരാകുന്നു. കാരണം തലപ്പത്തുള്ള ആളുകൾ പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വിടുന്നില്ല. കാരണം എനിക്കെതിരെ ഉണ്ടായ ഒരു സൈബർ അറ്റാക്കിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ അതിനിടയിൽ കയറാൻ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതുകൊണ്ട് ഈ അന്വേഷണം എങ്ങും എത്താതെ പോയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പോലീസുകാരെ നിസ്സഹായരാക്കുന്ന ഇടപെടലുകൾ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും ഉദ്യോഗസ്ഥ മേധാവികളിൽ നിന്നും ഉണ്ടാകുന്നു എന്നത് പകൽ പോലെ വ്യക്തം. സൈബർ ആക്രമണങ്ങളെ ധീരമായി നേരിടണമെന്നാണ് ഷഹനാസ് 24-നോട് സൂചിപ്പിച്ചത്. പ്രശസ്ത എഴുത്തുകാരനിൽ നിന്ന് താൻ നേരിട്ട ദുരനുഭവം സമൂഹമാധ്യമം വഴിയാണ് ഷഹനാസ് പങ്കുവച്ചത്. പിന്നാലെ നേരിടേണ്ടി വന്നത് വലിയ സൈബർ ആക്രമണം. മുഖമില്ലാത്ത വ്യാജ പ്രൊഫൈലുകൾ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അശ്ലീല കമന്റുകളുമായി നിറഞ്ഞു. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് അതൊരു സ്ത്രീയാണെങ്കിൽ അവർ പ്രതികരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അവർ നിയമപരമായിട്ട് അത് നേരിടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൊസൈറ്റി നമുക്ക് ഈ സൈബർ മീഡിയയിലുള്ള ആളുകൾ, ഒരു സൈബർ അടിമകൾ എന്നൊക്കെ പറയാം, അവർ നമ്മളെ ആക്രമിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഈ തെറ്റ് ചെയ്യുന്ന വ്യക്തികൾ എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് പോലും സ്ത്രീകളെ മോശം പറയുക എന്നുള്ളത്, അത് അല്ലെങ്കിൽ 4 ആൾ കാണുന്നിടത്ത് പരസ്യമായിട്ട് കമൻ്റ് ഇട്ട് മോശം പറയുക എന്നുള്ളത് ഒരു രസമായി കാണുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സൈബർ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ താൻ വില നൽകാറില്ല. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുന്ന സ്ത്രീകളുണ്ട്. പോലീസ് പോലും നിസ്സഹായരാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഷഹനാസ്. ആദ്യകാലങ്ങളിൽ ഇങ്ങനത്തെ കമൻ്റൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കുമല്ലോ, വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല. ഇതുമൂലം ആത്മഹത്യ ചെയ്ത സ്ത്രീകൾ വരെയുണ്ട്, വിദേശത്തുനിന്ന് വരെ ആത്മഹത്യ ചെയ്ത സ്ത്രീകളുണ്ട് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ട്. ഇതിനൊന്നും ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സെൻസറിങ്ങോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീതി ലഭിക്കുന്നതോ ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. സൈബറിടത്തെ അശ്ലീല കമന്റുകൾക്കും പോസ്റ്റുകൾക്കും എതിരായ നിയമയുദ്ധം ഇപ്പോഴും തുടരുകയാണ് ഷഹനാസ്. 24 കോഴിക്കോട്. എന്തായാലും ഷഹനാസിനെ പോലെയുള്ള ആളുകൾ കരുത്തോടെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്തരം നെറികേടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ സൈബർ ഗുണ്ടായിസിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ട് പോകരുത്. നിയമങ്ങൾ ശക്തമാണ്, നിയമങ്ങൾ ദുർബലമല്ല. നമ്മൾ തീരുമാനിച്ചിറങ്ങിയാൽ ഇവരെ പൂട്ടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില ആളുകളൊക്കെ തന്നെ, നമ്മൾ തന്നെ ഒരു 8ഓളം പേരുടെ പേരിൽ കേസ് കൊടുത്ത് FIR ഇട്ട് കഴിഞ്ഞു. അത് കൂടാതെ 10-12 പേരെ കൂടി നമ്മൾ അവർക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതറിഞ്ഞിട്ട് 1-2 ആളുകൾ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, മുഴുത്ത തെറി വിളിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരിക്കലും നമ്മൾ പിന്നോട്ടില്ല. നമ്മൾ ഇവരെ പൂട്ടാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. കാരണം ഈ സംസ്ഥാനത്ത് ഇത്തരം നെറികേടുകൾ സംഭവിക്കാൻ പാടില്ല. ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്ത് വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ കുത്തി എന്തും എഴുതി വിടാമെന്ന് പറയുന്ന ചിന്ത, അത് അപകടം ചെയ്യുമെന്നിവരെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചു എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളിതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരുക. ഇത്തരം നെറികേടുകളെ നമുക്ക് അവസാനിപ്പിച്ചേ പറ്റൂ.